വഹാബിസം മതമല്ല, തീവ്രവാദ സംഘടനയാണ്, ഭീകര പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അദ്ദേഹം പറയുകയാണ്, വഹാബികൾ തീവ്രവാദികളാണ്, അഥവാ സലഫികൾ തീവ്രവാദികളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മക്കയെയും മദീനയും സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ആ മക്കത്തുള്ള പണ്ഡിതന്മാരും അവിടുത്തെ ഭരണ നേതൃത്വവും എല്ലാവരും തീവ്രവാദികളാണ് അദ്ദേഹം പറയുകയാണ്. അതേപോലെ തന്നെ അതിന് കാരണമുണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ. എന്താണ് കാരണം? സലഫികൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് മാത്രം പ്രാർത്ഥിക്കണം, അത് ഇബാദത്താകുന്നു. അള്ളാഹുവിന് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം, അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കണം, അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യണം, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അറവ് നടത്തണം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണാർത്ഥത്തിൽ ഇത്തിബാവ് ചെയ്യണം, പിൻപറ്റണം. അതാണ് സലഫുകളിൽ നിന്ന് നമുക്ക് മാതൃക കിട്ടിയിട്ടുള്ളത്. അഥവാ സലഫുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹബാ കിറാമങ്ങൾ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ പൂർവികരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ ആളുകൾ, അതാണ് സലഫുകൾ. ആ സലഫുകളെ പരിപൂർണാർത്ഥത്തിൽ പിൻപറ്റണം. അവരുടെ മാതൃകയിൽ ജാറങ്ങളില്ല, ഉറൂസ് ഉത്സവങ്ങളില്ല, നാരിയത്ത് സലാത്തില്ല, അതേപോലെ അദ്ദാത്ത് റാത്തിബുകളില്ല, മങ്കൂസ് മൗലൂദുകളില്ല, അതേപോലെ തന്നെ റാത്തിബുകളില്ല, മരിച്ച ആളുകളോട് വിളിച്ച് ദുആ ചെയ്യലില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് സലഫികൾ തീവ്രവാദികളായി മാറിയത്. എന്നാൽ യഥാർത്ഥ തീവ്രവാദികളായിട്ടുള്ള ഫാസിസ്റ്റ് ശക്തികളെ അഥവാ സംഘികളെ, സംഘപരിവാർ ശക്തികളെ ഈ ആളുകൾ നല്ല രൂപത്തിൽ അവരെ പ്രകീർത്തിക്കുകയും അവരെ ആ ആളുകളെ കുറിച്ചിട്ട് പ്രശംസിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞത്, ശ്രീധരൻ പിള്ളയെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ആ കൂട്ടങ്ങളൊക്കെ കാരണം സൂഫികൾക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി സൂഫികൾ അവർക്ക് വേണ്ടിയിട്ട് സമ്മേളനം വരെ ഗവൺമെന്റിന്റെ ചെലവിൽ നടത്തിയിട്ടുണ്ട്. കാരണം സൂഫിസം എന്ന് പറഞ്ഞാൽ ഒരു സങ്കര മതമാണ്, കോക്ടെയിൽ മതമാണ്. ബറേൽവികൾ, സൂഫികൾ, ഇതൊക്കെ ഇസ്ലാം അല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിനെ തകർക്കാൻ പറ്റുമെന്ന് ഈ സംഘപരിവാർ ശക്തികൾക്കും അറിയാം. നോക്കൂ, ഇത്തരം ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ EK സമസ്തയിലെ ഒരു നേതാവ് പറയുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എല്ലാ ബിദ്അത്തിനെ കുറിച്ചുമുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘവീക്ഷണമുള്ള മുന്നറിയിപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ എന്നുള്ള പ്രയോഗം. സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളുമായിട്ട് അവർ സംഘട്ടനത്തിൽ ഏർപ്പെടും. അതേസമയത്ത് വയദഊന അഹ്ലൽ ഔസാൻ, സാക്ഷാൽ ബഹുദൈവ ആരാധകരുമായിട്ട് അവർക്ക് നല്ല സമ്പർക്കവുമായിരിക്കും. മുസ്ലിങ്ങളുമായിട്ട് സംഘട്ടനം, അതേസമയത്ത് ബഹുദൈവ വിശ്വാസികളുമായിട്ട് സമ്പർക്കം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം സത്യസന്ധമായി പുലരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിധേയികളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരുപാട് കർമ്മങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടി ചെയ്യുകയും ബഹുദൈവ ആരാധന വരെ നടത്തുകയും ചെയ്യുന്ന ആളുകൾ ആരുമായിട്ടാണ് ബന്ധം? യഥാർത്ഥ സത്യവിശ്വാസികളെ ഈ ആളുകൾ തീവ്രവാദികൾ എന്നൊക്കെ വിളിക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.